കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 15ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പതാക ദിനം ആചരിച്ചു. കൊച്ചി സിഒഎ ഭവനിൽ സിഒഎ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം PS രജനീഷ് പതാക ഉയർത്തി. സിഒഎ എറണാകുളം ജില്ലാ പ്രസിഡന്റ് KN വേലായുധൻ, ആലുവ മേഖലാ സെക്രട്ടറി PM സുരേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. സിഒഎ സിന്ദാബാദ്, സിഒഎ സിന്ദാബാദ്, സംസ്ഥാന സമ്മേളനം സിന്ദാബാദ്, സംസ്ഥാന സമ്മേളനം സിന്ദാബാദ്, സിഒഎ സിന്ദാബാദ്, സിഒഎ സിന്ദാബാദ്, സംസ്ഥാന സമ്മേളനം സിന്ദാബാദ്, സംസ്ഥാന സമ്മേളനം സിന്ദാബാദ്, സംസ്ഥാന സമ്മേളനം സിന്ദാബാദ്, സംസ്ഥാന സമ്മേളനം സിന്ദാബാദ്, സിഒഎ 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 സിന്ദാബാദ്, സിഒഎ 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 സിന്ദാബാദ്. സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി 26 മുതൽ ഈ മാസം 26 മുതൽ 30 വരെ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പതാക ദിനം ആചരിക്കുന്നത്. ഏതാണ്ട് 2 മാസമായിട്ട് 105ഓളം മേഖലാ സമ്മേളനങ്ങളും കഴിഞ്ഞ മാസം 14 ജില്ലാ സമ്മേളനങ്ങളും പൂർത്തീകരിച്ചു. ഇനി സംസ്ഥാന സമ്മേളനത്തിലേക്ക് പോവുകയാണ്. 26-ന് സെമിനാറുകളും 27-ന് കൊടിമര ജാഥയും ഉൾപ്പെടെ 28-ാം തീയതി തിരൂർ നഗരത്തിൽ ഏതാണ്ട് 5000-ഓളം ആളുകൾ പങ്കെടുക്കുന്ന വൻ ഘോഷയാത്രയായിട്ടൊരു പൊതുസമ്മേളന വേദിയായ തിരൂർ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ വെച്ച് നടത്തപ്പെടുകയാണ്. അത് കഴിഞ്ഞിട്ട് 29-30 തീയതികളിൽ പ്രതിനിധി സമ്മേളനവും തിരൂരിൽ വെച്ച് നടത്തുകയാണ്. 28-ാം തീയതി നടത്തുന്ന ഘോഷയാത്രയിൽ കേരളത്തിലെ വിവിധ കലാരൂപങ്ങൾ ഉൾപ്പെടെ ഉള്ള വൻ ഘോഷയാത്രയാണ്. തിരൂർ നഗരം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഘോഷയാത്രയായിരിക്കും നടത്തുന്നത്. അതിനുശേഷം കേരളം അവതരിപ്പിക്കുന്ന ഒരു പൊതുപരിപാടിയും സ്റ്റേഡിയം ഗ്രൗണ്ടിൽ വെച്ച് നടത്തുകയാണ്.